ഇന്നലെ എന്താ രാത്രി ചോറിനത് കിടന്നേ? അത് ഇന്നലെ രാത്രി ഞാൻ ചാവിച്ചിട്ടുള്ളവനാ. ഇന്നലെ ബിരിയാണി കഴിച്ചിട്ടില്ല വന്നേ? ബിരിയാണിയാ? ഞാനെങ്ങനെ ബിരിയാണി കഴിച്ചെന്ന് എനിക്കെങ്ങനെ അറിയാം? അതെനിക്കറിയാം. ബിരിയാണി കഴിക്കാൻ കയറുന്ന ഒരാൾ എന്നോട് പറഞ്ഞു. ആര്? എന്റെ കൂട്ടുകാരി ജിൻസി. അവൾ ഇന്നലെ ആ കടയിലുണ്ടായി, ബിരിയാണി കഴിക്കാൻ കയറിയിട്ടുണ്ടായി. ഞാൻ കണ്ടില്ലല്ലോ അവളെ. അവളി കഥനെ കണ്ട്. അവൾ അതേപടി നിന്റെ അടുത്തേക്ക് ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പൊ വേറെ പണിയില്ലേ? അതെ, ഞങ്ങളിവിടെ 3 അന്ത്യവാസികളും കൂടി ഉണ്ട്. ഞങ്ങൾക്കും കൂടി അടക്കം ബിരിയാണി വാങ്ങിച്ചോണ്ട് സ്വന്തം തിന്നാ പോരാ. എടി വല്ലപ്പോഴും ഞാനൊരു ബിരിയാണി കഴിക്കണം. നിങ്ങൾക്ക് ഞാൻ ബിരിയാണിക്ക് മേടിച്ചു തരാറുണ്ടല്ലോ. നിന്റെ ഒരു കൊലക്കേറെ കൂട്ടുകാരി. അതെ, നല്ല ഉച്ചക്ക് ജോലിക്ക് പോയായിരുന്നാ? അതെന്താ നിനക്ക് അങ്ങനെ ഒന്നും കാരണം? എന്നല്ല രാവിലെ ജോലിക്ക് നീ കണ്ടില്ലേ? രാവിലത്തെ കേസല്ല, ഇന്നലെ ഉച്ചക്ക് ജോലിക്ക് പോയെന്നാ ചോദിച്ചേ. ഉച്ചക്ക് ഞാൻ ഒരു സമയം പോയേക്കാറും. എന്താണ് പോയ സ്ഥലത്ത് വെച്ചേ ഒരാൾ കാനെ കണ്ട്. ആര് കണ്ടെന്ന്? നീ എന്തൊക്കെ പറയണത്? ഇന്നലെ ഉച്ചക്ക് സിനിമ കാണാൻ പോയില്ലേ? അതെ, ഞാൻ പറഞ്ഞതിന് മറുപടി താ. ഞാൻ ഇന്നലെ ഒരു സിനിമക്ക് പോയായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞില്ലാന്നുള്ളൂ. ഇത് ആരെ കണ്ടത്? എന്റെ കൂട്ടുകാരി ജിൻസി. അവളും കിട്ടിയോ ഇന്നലെ സിനിമ കാണാൻ പോയിട്ടുണ്ടേ. അവിടെ വെച്ച് കാനെ കണ്ട്. ഓ, അവര് കൊണ്ടുപോകണ കൂട്ടിയാ ഞങ്ങളെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോവാ. എടി ഞാൻ പോയത് കൂട്ടുകാരന്മാരോടൊപ്പമാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ പണിയെന്ന് പറഞ്ഞ സിനിമ നിന്നെ കൊണ്ടുപോയത്. അപ്പോൾ നിന്റെ കൂട്ടുകാരി എന്തുട്ടത്? എന്നെ മാത്രം ശ്രദ്ധിച്ചെടുത്തുള്ളൂ. അപ്പം തന്നെ എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറയുകയും ചെയ്തു. എന്റെ കൂട്ടുകാരിനെ പറ്റി ഞാൻ ആശയൊന്നും പറയാൻ നിൽക്കരുതട്ടാ. പിന്നെ നിന്റെ ഒരു കൂട്ടുകാരി, അവൾക്ക് അവളുടെ വീട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ പോരെ? അവൾ തന്നെ മറ്റുള്ളവരുടെ കാര്യം വേണ്ടി നോക്കാൻ നിൽക്കണേ. ഞാൻ പറഞ്ഞോക്കാം. നല്ലതാണല്ലേ. എന്നാ ശരി. എന്നാ ആരടി? ഉമ്മയാണോ? അല്ല, എന്റെ കൂട്ടുകാരി ജിൻസിയായിരുന്നു. അതെ, ഒരു കാര്യം പറയാനുണ്ട്. എന്നെ പറ്റി വല്ല കാര്യമായിരിക്കും. വേറെന്ത് പറയാനാ? ഇക്കാനെ പറ്റിയൊന്നുമല്ല. പിന്നെ അതെ, അവള് പച്ച കളറിലൊരു ചുരിദാർ എടുത്തിട്ടുണ്ടായി. അതിന്റെ കളക്ഷൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ചുരിദാർ തന്നെ ഇന്ന് എന്നാലേ അത് കിട്ടുള്ളൂ. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് വന്നായിരുന്നു. നല്ല ഭംഗിയുണ്ട്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ലല്ലോ. എടി, അവള് പുതിയ ഡ്രസ്സ് എടുക്കാതിരിക്കും, എന്തെങ്കിലും ചെയ്തോട്ടെ. അതിനാ നിന്നെ വിളിച്ചു പറയണത്. നിനക്കിപ്പോ ഇവിടെ ഇടാനും കൊടുക്കാനും ഇല്ലാത്തോട്ടാണല്ലോ നീ വർത്താനം പറയാനായിട്ട്. എന്തായാലും എനിക്ക് അതേപോലത്തെ ഒരു ചുരിദാർ വേണം. എന്റെ പൊന്നു റംസിയെ, ആന തൂർന്നാണ്ട് ആട് തൂറാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയ്യേ, ഇതെന്ത് ഭാഷ? ആ ദേഷ്യം വന്നാൽ ഞാനിങ്ങനെയാണ്, പല ഭാഷകളും വരും. എനിക്കെന്തായാലും അതേപോലത്തെ ചുരിദാർ തന്നെ വേണം. അവള് ഉറങ്ങിക്കാവനോട് ഉറങ്ങിക്കാ വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞത്. ഇനി കേൾക്കാൻ നടക്കരുട്ടാ വാങ്ങിച്ചെന്നില്ലെങ്കിൽ. അതെ, നിന്നേ എന്റെ പൊന്നു റംസി, അവൾ അവിടെ പോയി ഇവിടെ പോയി അത് തിന്ന് ഇത് തിന്ന് അത് മേടിച്ച് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ പോരെ? ഇതൊക്കെ കൂടി നിന്റെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്നെ അതിലേക്ക് വലിച്ചെടുക്കുന്നത് എന്തിനാ? ലോകത്ത് നിനക്ക് വേറെ എന്തോരം കൂട്ടുകാരിമാരുണ്ട്. നിനക്ക് അവരൊക്കെ ആയിട്ട് കൂട്ടുകൂടിയാൽ പോരെ? ബാക്കിയുള്ള ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കാൻ അവളുടെ ഒരു കൂതറ കൂട്ടുകാരി. റംസേ, നിനക്ക് ഇഷ്ടമുള്ള ഉണ്ടമ്പൊരി ഒഴിച്ചു വന്നിട്ടുണ്ട്. റംസേ, എടേ റംസേ, എടേ ഇവിടെ ഒന്നും മിണ്ടാത്ത എടേ, ഇപ്പോഴൊന്നും അനങ്ങാത്ത റംസേ, ഇപ്പോഴൊന്നും അനങ്ങാത്ത. ഇനി ബാത്റൂമിനകത്തിരിക്കണ വീഡിയോ എങ്ങനെ എടുത്ത് വലിച്ചവള്. എടേ റംസേ, എന്താളിയാ? അയ്യോ, ഓക്കെ ഇവിടെ അടുത്തേക്ക് ഇറങ്ങിയിരിക്കണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ശരി. റംസേ എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് ഇനി ഇരിക്കണ കാര്യം. എൻ്റെ കൂട്ടുകാരിയുടെ കെട്ടുവാൻ അപ്പുറത്തുള്ള ശാന്തമ്മയുടെ പൊളിച്ചോടി പോയല്ലേ? ഇനി സ്വന്തം വീട്ടിലെ കാര്യം നോക്കാണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെട്ട് അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂലേ? റംസി, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണ് ആ വീട്ടിലെ കെട്ടുമാരുടെ കാര്യങ്ങൾ നോക്കുന്നത്. അവൾക്ക് പറ്റിയതും അത് തന്നെയാണ്. അവൾക്ക് അങ്ങനെ ഒരു വിധി വന്നെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയില്ല.
അവൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവരെവിടെ പോകണം, ഇവരെന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യണം. നീ ഇനിയെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ മേലേക്ക് കുതിരാറണത്തില്ല. മനസ്സിലായില്ലേ? നിങ്ങളെ ഞാൻ സിനിമ കൊണ്ടുപോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്, അത്യാവശ്യം നിങ്ങളെ ഞാൻ പുറത്തും കൊണ്ടുപോകുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് ഇവിടെ ചെയ്തു തന്നില്ലേ അല്ലേ? ഞാൻ അത് ആലോചിച്ച് തല കൊണ്ടാക്കണ്ട. വൈകുന്നേരം ചെന്നിട്ട് അവളെന്തെങ്കിലും പറയുന്ന ആശ്വസിപ്പിക്കും കേട്ടോ. ഫേവറേറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് തോന്നി ചാവിച്ചപ്പാ വാടി.